അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യന്മാരായ നമുക്ക് ഓരോരുത്തർക്കും നിരവധി ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. മനസ്സിനെ അലട്ടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴായി കടന്നു വരാറുണ്ട്. രോഗമായിട്ടും മക്കളുടെ വിഷയങ്ങളായിട്ടും നമ്മുടെ മാനസികമായ സ്വസ്ഥതയെ കെടുത്തുന്ന മറ്റു പല പ്രശ്നങ്ങളുമായും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ, നമ്മുടെ സൃഷ്ടാവായ, നമ്മളോട് അങ്ങേയറ്റം സ്നേഹവും കാരുണ്യവുമുള്ള പടച്ചിറബിനെ തിരിച്ചറിയാൻ സാധിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ, സമാധാനത്തിൻ്റെ ഏറ്റവും വലിയൊരു വാതായനമാണ് പ്രാർത്ഥനയിലൂടെ കിട്ടുന്നത്. ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. ഒരിക്കലും നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് മടിച്ച് പിന്മാറേണ്ടതില്ല. ഞാനൊക്കെ കുറേ തെറ്റ് ചെയ്തു പോയ ആളാണ്, എന്നെ റബ്ബ് കേൾക്കുമോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമോ എന്ന ഒരു നിരാശയും സങ്കടവും വേണ്ട. മറിച്ച് അള്ളാഹ് പറഞ്ഞത് അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദആഹു, ഗതിമുട്ടിയ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് അവൻ വിളിച്ചു തേടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുവാൻ ആരുണ്ട് അല്ലാതെ എന്നാണ് അള്ളാഹ് ചോദിച്ചത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, ഞാൻ അവരുടെ കൂടെ തന്നെയുണ്ട്, സമീപസ്ഥനാണ്. അവരെ കാണുന്നു, അവരെ കേൾക്കുന്നു, അവരുടെ എല്ലാം അറിയുന്നു, അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അവർ എന്നോട് ദുആ ചെയ്യട്ടെ, എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം ചെയ്യാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവരുടെ, തേടുന്നവരുടെ തേട്ടങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും ഏത് ആവശ്യങ്ങളും ഏത് സങ്കടങ്ങളും ഏത് പരിഭവങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞ് റബ്ബിനോട് നമുക്ക് പരിഹാരങ്ങൾ തേടാൻ സാധിക്കുമെന്നുള്ളത് നാം തിരിച്ചറിയേണ്ട സംഗതിയാണ്. ആ പ്രാർത്ഥന നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയും തുരുത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദുല്ലാഹി മൽആ, അള്ളാഹുവിൻ്റെ കൈകൾ നിറഞ്ഞതാണ്. ലാ തഗീലുഹാ നഫഖ, ചെലവഴിക്കുന്നത് കൊണ്ട് അവൻ്റെ കൈകളിലുള്ളത് തീർന്നു പോകുന്നില്ല, ചുരുങ്ങി പോകുന്നില്ല. സഹാ ഉല്ലൈലി വന്നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ധാരാളമായി ഔദാര്യം ചെയ്യുന്നവനാണ് അള്ളാഹു. കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ, അവരുടെ അനേകായിരം ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ നിരന്തരം രാവും പകലും വ്യത്യാസമില്ലാതെ പടച്ചവനിലേക്ക് കൈകൾ ഉയർത്തി സങ്കടങ്ങളായി, പ്രാർത്ഥനകളായി പോവുകയാണ്. അതെല്ലാം അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അള്ളാഹു. ഇനി നിങ്ങൾ ചോദിക്കല്ലേ എന്ന് പറയുന്നൊരവസ്ഥയില്ല. അങ്ങനെയുള്ള സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ. അവനിലേക്ക് നമ്മൾ തേടുന്നത് ദുർബലരായ നമ്മുടെ കേവലം ഒരു യാചനയായിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയത്. മറിച്ച് അദ്ദുആഉ ഹുവൽ ഇബാദ, നമ്മൾ നടത്തുന്ന ആ തേട്ടം, പ്രാർത്ഥന, അതൊരു ആരാധനയാണെന്ന്. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അഥവാ ആരാധനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി, മർമ്മമായി പ്രാർത്ഥനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും, എല്ലാ ആവശ്യങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും തുറന്നു പറയാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. മനസ്സിനൊരു സമാധാനമാണ്, സ്വസ്ഥതയാണ്, നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ്. പ്രവാചകന്മാരുടെ ജീവിതം നമുക്കതിലുള്ള മാതൃകയും വെളിച്ചവുമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവരൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പടച്ചറബിനോടാണ് പ്രാർത്ഥിച്ചത്. വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇവരുടെ എല്ലാം പ്രാർത്ഥനയും ചരിത്രവും നമുക്ക് കാണാൻ സാധിക്കും. സർവശക്തനായ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ തികഞ്ഞ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio.
Tune to reality.